വയനാടിനെന്നും ഒരു മായിക സൗന്ദര്യമുണ്ട്. അവിടേക്കെത്തുന്നവരെ വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന മാസ്മരികത. കാടും പുഴയും കുന്നും മലകളുമായി ഹരിതാഭ വിടർത്തി തലയുയർത്തി നിൽക്കുന്ന സുന്ദരി. ഈ വയനാടൻ സൗന്ദര്യത്തിന് തിലകക്കുറി ചാർത്തുന്ന ഒരു വലിയ പാറ ഇവിടെ അമ്പലവയലിലെ ചീങ്ങേരി മലയ്ക്ക് മുകളിൽ ആകാശത്തോട് സല്ലപിച്ചു നിൽക്കുന്നുണ്ട്. അമ്പലവയൽ ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി ചീങ്ങേരി മലയിലാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ വലിയ മലയ്ക്ക് മുകളിലായി മനുഷ്യന്റെ തലയോട് സാദൃശ്യം തോന്നിക്കുന്ന വിധത്തിൽ ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റനൊരു പാറക്കല്ലാണിത്. മനുഷ്യ ശരീരം പോലെ നീണ്ട കഴുത്തും അതിനു മുകളിൽ തലയുമുള്ള ഒരു രൂപമായി നമുക്ക് ഈ കല്ലിനെ കാണുവാൻ കഴിയും. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടിയോളം ഉയരത്തിലാണ് ഫാൻറ്റം റോക്ക് സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്ത് ഇവിടുത്തെ പ്രദേശവാസികൾ തലപ്പാറ എന്നും വിളിച്ചിരുന്നു. പണ്ടുകാലത്ത് ഇവിടുത്തെ പ്രദേശവാസികൾ തലപ്പാറ എന്ന് വിളിച്ചിരുന്ന ഈ രൂപത്തിനെ പിന്നീട് വന്ന സഞ്ചാരികളാണ് അതിൻ്റെ ആകൃതിയെ വിലയിരുത്തി ഇതിന് ഫാൻറ്റത്തിന്റെ തലയോട് സാദൃശ്യമുണ്ടെന്ന് കണ്ടെത്തി ഫാൻറ്റം റോക്ക് എന്ന് പേര് വിളിച്ചത്. വയനാടിൻ്റെ നീലാകാശത്തോടും വെള്ളിമേഘങ്ങളോടും കിന്നാരം പറഞ്ഞ് തലയെടുപ്പോട് നിൽക്കുന്ന ഫാൻറ്റം റോക്കിനോട് അടുത്തു തന്നെയാണ് ചരിത്ര പ്രാധാന്യമുള്ള എടയ്ക്കൽ ഗുഹയും സ്ഥിതി ചെയ്യുന്നത്. എടയ്ക്കലിൽ കാണുന്നത് പോലെ ഇടിഞ്ഞു വീണ പാറകൾക്കുള്ളിലായി നിരവധി വലിയ ഗുഹകൾ ഇവിടെ കാണുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായ ഏതോ ഭൂകമ്പത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഈ വലിയ പാറക്കല്ല് ചീങ്ങേരി മലയ്ക്ക് മുകളിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഫാൻറ്റം റോക്കിന്റെ അടിവശത്ത് കടന്നു ചെന്നാൽ ഏതു നിമിഷവും നിലം പൊത്താവുന്ന രീതിയിൽ അടിഞ്ഞുകൂടിയ വലിയ പാറക്കല്ലുകളും അവയുണ്ടാക്കിയ വലിയ ഗുഹകളും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഏറെ പഠനങ്ങളൊന്നും ഈ ഗുഹകളെക്കുറിച്ച് നടന്നിട്ടില്ലെങ്കിലും ആദിമ മനുഷ്യരുടെ ആവാസ കേന്ദ്രങ്ങളായിരുന്നിരിക്കാം ഈ ഗുഹകളെന്ന് ചില ചരിത്ര രേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു. എടയ്ക്കൽ ഗുഹയേക്കാൾ അപകടകരമായ രീതിയിലാണ് ഫാൻറ്റം റോക്കിലെ കല്ലുകൾ നിൽക്കുന്നത്. ഈ ഗുഹകൾക്കുള്ളിലും ചില ശിലാചിത്രങ്ങൾ കോറിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ പ്രകൃതിയുടെ ഈ മനോഹാരിത ആസ്വദിക്കുവാൻ നിരവധി പേരൊന്നും ഇവിടെ എത്തുന്നുമില്ല. DTPC ഇതിനെ ഒരു ടൂറിസം കേന്ദ്രമായി ഏറ്റെടുത്ത് സംരക്ഷിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഇതുകൂടാതെ ഈ മലകൾക്ക് ചുറ്റും കാർന്നു തിന്നുന്ന ക്വാറി മാഫിയകളുടെ പ്രവർത്തനവും ഫാൻറ്റം റോക്കിന്റെ അന്തകനായി മാറുന്നു. ഏതു നിമിഷവും അപകടം പതിയിരിക്കുന്ന ഇവിടം സഞ്ചാരികൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വവും ഉറപ്പു നൽകുന്നില്ല. ഈ പ്രകൃതിയുടെ മായികമായ കരവിരുത് ഇനി എത്രനാൾ ഉണ്ടാകുമെന്നാണ് ഓരോ പ്രകൃതി സ്നേഹികളും ഇവിടെ നിന്നിറങ്ങുമ്പോൾ മനസ്സിൽ ഓർത്തുപോകുന്നത്. വയനാട്ടിലെ മലകളും കുന്നുകളുമെല്ലാം നിമിഷം പ്രതി കാർന്നെടുക്കപ്പെടുകയാണ്. ചീങ്ങേരി മലയുടെ സ്ഥിതിയും മറിച്ചൊന്നുമല്ല. ഈ മലയ്ക്ക് ചുറ്റുമായി ഏകദേശം 50ഓളം കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. രാപകലില്ലാതെ മലകൾ പൊട്ടിച്ചു തീർക്കുന്ന ക്വാറി മാഫിയകൾ ഫാൻറ്റം റോക്കിന്റെ ചുമലിലും അവസാനത്തെ ആണിയടിച്ചു കഴിഞ്ഞു. നാലു ചുറ്റിലും തുരന്നു തീർന്ന ക്വാറികൾ മാത്രമാണ് ഫാൻറ്റം റോക്കിന് മുകളിലെത്തിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചെറിയൊരു ഭൂകമ്പമോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ ഒരു നാടിനെയാകെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നാമാവശേഷമാകാൻ മാത്രം ബാക്കിയായി നിൽക്കുകയാണ് ഇന്ന് ഫാൻറ്റം റോക്ക്.
ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതുപോലെ തൻ്റെ ഉള്ളറകൾ മാന്തി തുരന്ന് വെള്ളയാക്കുമ്പോഴും എല്ലാം സഹിച്ച് ഈ വലിയ തല മൂകമായി. തൻ്റെ മക്കളുടെ അറിവില്ലായ്മകൾ പൊറുക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഇവിടെ തലയുയർത്തി നിൽക്കുന്നുണ്ട്. പൊട്ടിത്തീർന്ന മലകൾ അവയുടെ കണ്ണുനീരുറവകളാക്കി അതിനടിയിൽ നിറച്ചു വയ്ക്കുന്നു. എല്ലാത്തിനും ഇത് മൂകസാക്ഷി. ഇനി എത്ര നാൾ ഈ തലപ്പാറ തലയെടുപ്പോടെ ഉണ്ടാകുമെന്നറിയാതെ നമ്മൾ തലകുനിക്കുന്ന ആ ദിവസം വരെ. പ്രകൃതിക്ക് മുകളിൽ നമ്മൾ നടത്തുന്ന ഓരോ കയ്യേറ്റങ്ങൾക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഓരോ പ്രകൃതി ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പഠിക്കാതെ ചില മനുഷ്യർ അവരുടെ രാക്ഷസ കൈകൾ ഇതുപോലെ പ്രകൃതിയുടെ അവസാന പച്ചപ്പിനെയും പിച്ചു ചീന്തിക്കൊണ്ടേയിരിക്കുന്നു.